ചേട്ടാ ബെൻഹിൽ സ്കൂള് 45 ഉറുപ്പിയാവും. പിന്നെ അവിടെ എത്തിയിട്ട് പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത്. ആ ഓക്കെ, ഒറ്റ മിനിറ്റ്. വേമ്പാടോ. ആ വരുവാ. ചേട്ടാ ഒന്ന് നോക്കിക്കണേ. ആ വിട്ടോ. ഇവിടെ തലത്തേക്കിട്ടോ. ഇതൊന്നും സ്കൂളുകാരും പഠിപ്പിക്കുന്നില്ലേ? ചേട്ടൻ നേരെ നോക്കി വണ്ടി ഓടിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് ഇരിക്കും. കൊലയൊക്കെ കയറ്റി കൊല്ലാകൊലയാണല്ലോ ചേട്ടാ. കാലമാറ്റ് ഇവിടെ കായ്മെന്ന് കാലമാറ്റ് കടയിലൊക്കെ ഉള്ളതാ. ഡാമേജ് ആയാലും എടുക്കൂല. എന്തിനാടാ ഇത്ര തിരക്ക് പിടിച്ചെഴുതുന്നേ? ഇമ്പോസിഷനാ. എന്തിന്ന്? ഇമ്പോസിഷനാ. അപ്പൊ പഠിപ്പൊന്നും ഇല്ലല്ലേ? ആ ടൈൻ്റെ ഒക്കെ എന്തും കണ്ടാ പറയൂലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ നീ എന്നോട് ചോദിച്ചോ. ഞാൻ പഴയ 10ാം ക്ലാസ്സാ. എല്ലടോ എന്തിന്റെ ഇമ്പോസിഷൻ? സ്പീഡും വെലോസിറ്റിയും. സ്പീഡിന് ഇമ്പോസിഷനാ. എന്നാ ചേട്ടൻ പറ, സ്പീഡ് എന്ന് വെച്ചാ എന്താ? സ്പീഡ് എന്താന്ന് അറിഞ്ഞൂടെ? നമ്മളിങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുമ്പോ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും പറയും, ആരുടെ അമ്മക്ക് പിണ്ടം വെക്കാനാ പോകുന്നത്? അതാണ് സ്പീഡ്. എന്നാ ചേട്ടാ അതല്ല, സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? സ്പീഡ് ഈസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് തലശ്ശേരിക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട്? തലശ്ശേരിക്കൊരു 43-45 കിലോമീറ്റർ ഉണ്ടാവും. ആ ചേട്ടൻ അവിടെ വരെ പോകാൻ ഏകദേശം എത്ര സമയം വേണം? നമ്മള് ഒരു 40-ലൊക്കെ പോവാണെങ്കിൽ ഒരു 1/4 മണിക്കൂർ. ചേട്ടൻ പറഞ്ഞ 40 അതാണ് ചേട്ടന്റെ സ്പീഡ്. അപ്പൊ ചേട്ടൻ എന്താ ചെയ്തതെന്ന് വെച്ചാ ഡിസ്റ്റൻസിനെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്തു. സോ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പൊ എനിക്കറിയാല്ലേ, നിനക്ക് ഇത്ര അറിഞ്ഞിട്ട് എന്താണ് ഇമ്പോസിഷൻ കിട്ടിയേ? അത് പിന്നെ പെട്ടെന്ന് മിസ് ചോദിച്ചപ്പം ഞാൻ മറന്നുപോയതാ. ഏത് മിസ്സാണ് പണിയാന്ന്? മിസ്സിന്റെ പേര് ഷീനാന്നാ, എന്റെ ക്ലാസ് ടീച്ചറും കൂടിയാ. ഈ മിസ്സിന്റെ വാട്സാപ്പ് നമ്പർ ഉണ്ടാ? എന്തിനാ ഉണ്ടെങ്കിൽ ഇങ്ങനെ നീട്ടി പിടിച്ചെടുക്കേണ്ട കാര്യമില്ലല്ലോ. കോപ്പി പേസ്റ്റ് ചെയ്ത് മെസ്സേജ് ആയിട്ട് അയച്ചു കൊടുത്താ പോരെ? എന്റെ ചേട്ടാ ഒന്ന് സ്പീഡിൽ പോവോ? ഞാൻ ലേറ്റാ. സ്പീഡല്ലേ? ഇപ്പൊ എത്തിച്ചേരാ. ഇവന്റെ മാലയിട്ടും പോയി. ഇത് സ്പീഡിലല്ലോ മരക വണ്ടി ഓടിക്കുന്നത്. നീ ഇപ്പൊ എന്താ ചെയ്യാ? ഫസ്റ്റ് പീരീഡ് ഇമ്പോസിഷൻ കാണിച്ചില്ലെങ്കിൽ എന്നെ ക്ലാസ്സിൽ കയറത്തില്ലട്ടാ. എന്റെ പണി പാളി. വന്ന് റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിടും തെണ്ടികള് കാരണം. ചേട്ടാ ചേട്ടൻ്റെ ഒരു ബ്ലൂ പെൻ എടുക്കാനുണ്ടാവോ? എൻ്റെ ഒരു പുത്തൻ പുതിയ ലക്സി പെൻ ഉണ്ടായിരുന്നു. അതാ ദിവാറിന് കൊടുത്തു ലോട്ടറിക്കാരൻ. തിരിച്ചു തന്നില്ല. 3 മാസം പോലും ഉപയോഗിച്ചില്ല ഞാനത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എടോ നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഏതെങ്കിലും പീടിയുടെ വാതിക്കെ ചവിട്ടി തരാം. എൻ്റെ പൈസ ഇല്ലേ, നീ പോയി വാങ്ങിക്കോ. അത്രേ ഉള്ളൂ കാര്യം. അയ്യോ ഷീനാമസിന് വണ്ടി. ചേട്ടനൊന്ന് പെട്ടെന്ന് വണ്ടി എടുത്തേട്ടാ പ്ലീസ്. ഈ കാറിനൊന്ന് ഓവർടേക്ക് ചെയ്ത് സ്കൂളിൽ എത്തിക്കേട്ടാ പ്ലീസ് ഏട്ടാ. ഈ മിസ്സിന് ആരാണോ പറഞ്ഞത്? അതെ, ഞാൻ ഇമ്പോഷൻ കൂടി കംപ്ലീറ്റ് ചെയ്തില്ല ഏട്ടാ. ഇനി സ്കൂളിലും കൂടി ലേറ്റ് ആയി മൊത്തത്തിൽ പണിയോ. പ്ലീസ് ഏട്ടാ പെട്ടെന്ന്. ഞാൻ റോക്കറ്റ് പോലെ പിടിച്ചിരുന്നോ? ഓക്കെ പൊക്കോ. പറഞ്ഞു പോയാൽ നിൽക്കണ്ട. ഞാൻ പോയിക്കോളാം. ശരി വിട്ടോ. ചേട്ടാ പൊളിച്ചു. പീസ് ഔട്ട്. ഇതൊക്കെ എന്തെന്ന് ഓവർടേക്ക്ഡ് വിത്ത് കെയർ. ചേട്ടാ ഇവിടെ മതി. എടോ അകത്തേക്ക് എടുക്കടോ. കുഴപ്പമില്ല. എങ്ങനെയുണ്ട് സ്പീഡ്? എങ്ങനെയുണ്ട്? അസംബ്ലി തുടങ്ങിയാ? ബാക്കി വേണ്ടേ? ചേട്ടനൊരു ലക്സി പെൻ മേടിച്ചോ? പഠിക്കാത്ത പിള്ളേരായിട്ട് കൂട്ട് വേണ്ടെന്ന് എൻ്റെ അമ്മ പറഞ്ഞേക്കുന്നത്. ഇനി നിന്നെ എൻ്റെ കൂടെ കണ്ട ആ കലമ്പം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. Put your tie properly. ഗുഡ് മോർണിംഗ് സർ. Come with me. Come. ബെല്ലടിച്ചു. എല്ലാരും ക്ലാസ്സിൽ പോയിക്കേ. കെവിൻ മതി ഓടിച്ചത്. ക്ലാസ്സിൽ പോ. ഓക്കെ മാം. യദുലാൽ ഗോ ടു ക്ലാസ്. ഓക്കെ മിസ്. Melvin, go. ബെല്ലടിച്ച് ക്ലാസ് പോടാ. അയ്യോ ഓട്ടം കണ്ടാ തോന്നും ഇപ്പൊ അവൻ ഈ ലൈബ്രറി മുഴുവൻ എടുത്തങ്ങ് വിഴുങ്ങി കളയുന്നു. ഗോയിങ് സർ. അരുൺ, move there. Move right there. ഇത് എന്തിനാന്ന് മനസ്സിലായോ? നിന്റെ യൂണിഫോം പാന്റ് എവിടെ? യൂണിഫോം പാന്റ് വീട്ടിലാ. യൂണിഫോം പാന്റ് വീട്ടിലാ. ഇൻ ഇംഗ്ലീഷ്.
പറ. ഹാൻഡ് ഇസ് അറ്റ് ഹോം. ആ ഹാവിൻ ഉണക്കൽ മീൻസ് ഡ്രൈ. ഉണക്കമീനോ? ആ മലയാളത്തിൽ പറഞ്ഞാൽ മതി. പറ. അലക്കിയിട്ട് ഉണങ്ങില്ല സാറേ. ഇനി ഞാൻ വന്ന് ഊതി ഉണക്കി തരണോ? ഇഡിയറ്റ്. പ്രിൻസിപ്പലിനെ കണ്ട് അപ്പോളജി എഴുതി കൊടുത്തിട്ട് ഇനി ക്ലാസ്സിൽ കയറിയാൽ മതി. മനസ്സിലായോ? ആൻഡ് ഡോണ്ട് എവർ റിപ്പീറ്റ് ദിസ്. ഓക്കെ? ആ ഗോ. ഓക്കെ. ഷീന മിസ് ഒന്ന് നിന്നേ. എന്താ മാം? സത്യം പറഞ്ഞ ഷീന എവിടുത്തെ ആരാ? ടീച്ചർ അല്ല, ഗസ്റ്റ് ടീച്ചർ. ഇങ്ങനെ തോന്നുന്ന സമയത്തൊക്കെ വന്ന ഗസ്റ്റേ ആവും. അല്ല മാം, അത് ഇന്ന് രാവിലെ കുറച്ച്. എനിക്ക് ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട. ഇതിപ്പോ ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ. ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുക, an effective teacher is proactive rather than reactive. Always keep that in mind. സോറി മാം. മിസ് ഞാൻ ബസ്സും Look, Arun, I won't have any more excuses. Now it's not like we can make up for lost time. Tomorrow I want you in class on time, all right? Get in. Arun, ഒന്ന് നിന്നേ. ഞാൻ തന്ന ഇമ്പോസിഷൻ കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല മിസ്, 67 പ്രാവശ്യം എഴുതിയുള്ളൂ. 100 times എന്നല്ലേ ഞാൻ പറഞ്ഞേ? ഓ സോറി, ബാക്കി 33 എണ്ണം എനിക്ക് എഴുതാൻ വെച്ചിരിക്കുക. അത് നിന്നെ വേറെ ആരെങ്കിലും വരുമോ എഴുതാൻ? വൈ യു ബിഹേവിംഗ് ലൈക്ക് ദിസ്? ക്ലാസ്സിൽ സമയത്ത് വരില്ല, ഇമ്പോസിഷൻ തന്നാൽ നേരെ ചൊവ്വേ ചെയ്യോ ഇല്ല. തനിക്ക് തോന്നിയ പോലെ എന്തോ ആവാന്നാണോ? സച്ച് എ വേസ്റ്റ്. അല്ല മിസ്, എൻ്റെ പേന കളഞ്ഞു പോയി മിസ്. നോൺസെൻസ്. ഇങ്ങനത്തെ ഒരു സ്റ്റുഡന്റിനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. Get out of my class. ഇനി ഇമ്പോസിഷൻ കാണിച്ചിട്ട് എന്റെ ക്ലാസ്സിൽ കയറിയാൽ മതി. എന്താ പരിപാടി? പഠിക്കായിരുന്നു, ശ്രദ്ധിക്കായിരുന്നു. Do you want me to go over this again, Vikas? No, ma'am. Okay, so now പുറത്തിരുന്നാണോ പഠിക്കുന്നത്? one dimension and two മിസ് dimension. പുറത്തേക്ക് ഇറങ്ങിക്കാൻ പറഞ്ഞു. ആണല്ലേ? എക്സ്ക്യൂസ് മീ മാഡം. Yes, sir. ഇവനെ ഇവിടെ ഇരുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ ഒന്ന് കൊണ്ടുപോട്ടെ? ഒരു ആവശ്യമില്ല സർ, കൊണ്ടുപോയിക്കോ. ഓ താങ്ക് യു. ആ വാടാ. Okay, class, back to the topic. ആ ബാഗ് അവിടെ വെച്ചാൽ മതി. അതൊന്നും ആരും എടുക്കാൻ പോകുന്നില്ല. കൊണ്ടുപോകണേ. Okay. So in one dimensional collision. നിന്നെപ്പോലെ ഫസ്റ്റ് പീരീഡ് തന്നെ പുറത്തായ പിള്ളേരെല്ലാവരും ഓരോരുത്തർക്കും ഓരോ പണി കൊടുത്തിട്ടുണ്ട്. നിനക്കും തരാം. എന്താ മനസ്സാ, കൊളാഷ് കഴിഞ്ഞില്ലേ? തുടങ്ങിയുള്ളൂ സർ. ആ പെട്ടെന്ന് നോക്ക്. നീ ഈ പൈപ്പിലെല്ലാം ഈ ഫ്ലാഗിങ് ചേടാ ഇവിടെ ഈ ഫ്ലാഗ് പൈപ്പിൽ ഫിക്സ് ചെയ്യണം. ഇത് പിടിക്കേ ഞാൻ കാണിച്ചത്. ഇങ്ങനെ ഈ 3 ചരടും പൈപ്പിൽ ചേർത്ത് ഇങ്ങനെ കെട്ടി വെക്കണം. വളരെ സൂക്ഷിച്ച് കെട്ടണം. വൈറ്റ് ഫ്ലാഗാണ്. ചെളിയാക്കരുത്. ചെളിയാക്കിയാൽ അറിയാലോ, ഐ ആം വെരി വെരി സ്ട്രിക്റ്റ്. അത് ശരി, എന്റെ കാലിനിടെ കൂടെയാണ് നിന്റെയൊക്കെ പന്ത് കളി. ഓൺ യുവർ നീസ്, ഹാൻഡ്സ് അപ്പ് ബോത്ത് ഓഫ് യു. ബെല്ലടിക്കുന്നവരെ രണ്ടുപേരും ഇങ്ങനെ തന്നെ നിന്നോണം, കേട്ടല്ലോ? കാശി, മനസ്സിലായല്ലേ? ഇതിൽ കാശി അത് രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നല്ലോ. ചേട്ടാ, എന്തായാലും ബെല്ലടിക്കുന്നവരവിടെ നിന്നോ. നീ കെട്ടിവെക്ക് കേട്ടോ. ഒന്ന് വേഗം വാടേ. അതെ, ഇത് ചുമന്നുകൊണ്ട് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടി. നീ വന്നോട്ടിക്ക്. ആ അത് വേണ്ട, എന്തായാലും നിന്റെ കയ്യിൽ പക്ഷേ ഇനി ബാക്കിയോടെ നീ കൊണ്ടിച്ചാൽ മതി. തട്ടി താഴേട്ടേക്കല്ലോ കേട്ടോ. പീസല്ലേ? ആ മുട്ടത്തലൻ്റെ ഒരു ഉണക്ക കോണ കൊട്ടിക്കല് ശരിയാണല്ലോ, കോണകം പോലെ ഉണ്ടല്ലേ. നീ എന്ത് മാങ്ങാത്തോലിയാണ് കാണിക്കണം? വന്ന് ഒട്ടിക്ക്. മാങ്ങത്തല്ലേ? നിങ്ങൾ എന്തിനാ ഇത് ഇങ്ങനെ ഒട്ടിക്കുന്നേ? എടാ, ഓഗസ്റ്റ് 15 അബ്ദുൽ കലാമിന്റെ ജന്മദിനം. എടാ ഒക്ടോബർ 15. ആ ഒക്ടോബർ 15 പറഞ്ഞ പോലെ മാറിപ്പോയി. അതിന് വേണ്ടിയിട്ട് ആ പോഴം PT സാറിന്റെ ഓരോ മണ്ടത്തരങ്ങളൊക്കെ വെറുതെ പിള്ളേരെ പറ്റിക്കാനായിട്ട്. അങ്ങേർക്ക് വേറെ ജോലിയൊന്നുമില്ല. ഇതേ പുള്ളിയുടെ സ്ഥിരം പരിപാടിയാ. അല്ല പക്ഷെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒട്ടിക്കുന്നേ? എടാ നിന്നോടല്ലേടാ ഞാൻ ഇപ്പൊ പറഞ്ഞത്, നിനക്ക് മനസ്സിലായില്ലേ? അല്ല ബ്രോ, എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടുന്നേ? ആ കയറെടുത്ത് അതാ ബക്കറ്റിലോട്ട് അങ്ങ് മുക്കിയെടുത്താ ആദ്യം മൊത്തം പശയായി. എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നേ ഒട്ടിച്ചു പോവാന്നേ. ശരിയാണല്ലോ, ഞാനും കൂടാ. അപ്പൊ പീസല്ലേ? ഈ പരിപാടി കൊള്ളാമല്ലേ? ആ കെമിസ്ട്രി രാജേഷിന്റെ ക്ലാസ്സിനെ കാട്ടി ഇത് തന്നെയാ നല്ലത്. നിങ്ങൾക്ക് ആരാടാ ഫസ്റ്റ് പീരീഡ്? ഞങ്ങൾക്ക് ഷീന മിസ്സാടാ. ഓ ഭാഗ്യവാൻ. ഞങ്ങൾക്ക് ഫിസിക്സ് വൈസ് പ്രിൻസിപ്പൽ സ്റ്റെല്ല മേരി കിളവി.
ആ ചവിട്ടണം ഇത് പിടിച്ചേ